ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇതൊരു ഡെയിലി വ്ളോഗാണ്. ഇത് സ്പെഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ ഫോർ സം റീസൺസ് ഇറ്റ് ഇസ് സ്പെഷ്യൽ. വൈകുന്നേരത്തൊരു കുഞ്ഞ് ഔട്ടിങ്ങുണ്ട്. മോർണിംഗ് ഞാൻ സ്കൂളിലേക്ക് പോകാൻ പോവാണ്. എണീറ്റാൽ ഇപ്പോൾ ക്യാമറയിൽ ഇങ്ങനെ ഈ ഫ്രെയിം എടുത്തെടുത്ത് എനിക്കും രാവിലെ കടൽ കണ്ടില്ലെങ്കിൽ എന്തോ പോലെ ഇപ്പോൾ കുറച്ച് വൈഡ് ആംഗിളിലാണെങ്കിൽ ദിസ് ഇസ് ദ വ്യൂ ദറ്റ് ഐ എം വേക്കിംഗ് അപ് ടു. സൺറൈസ് ഇത് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നടക്കുന്നുണ്ട്. കന്യാകുമാരി എനിക്കിഷ്ടമുള്ളതിൻ്റെ മെയിൻ റീസൺസിൽ ഒരെണ്ണം ഈ സൺറൈസ് കടലിൽ നിന്നാണെന്നുള്ളതാണ്. സൺറൈസും സൺസെറ്റും വിത്ത് ദ സീ അത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, മാജിക്കലായിരിക്കും. ഇങ്ങനെ കടലിൽ നോക്കി നിന്നാൽ ഞാൻ സ്കൂളിൽ പോകാൻ ലേറ്റ് ആവും. സീനിയർ സിറ്റിസൺസ് അവിടെ അതേ രാവിലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കിരീടവും ചെങ്കോലും ഒക്കെ കയ്യിൽ വരും. ഓരോ ഗെയിം തോക്കുമ്പോഴത്തേക്ക് ഓല കൊണ്ട് ഇപ്പോഴും കിരീടവും കമ്മലും ഒക്കെ ഉണ്ടാക്കുന്ന ടീംസ് ഇവിടെ ഇവരാണ്. ചിലപ്പോഴൊക്കെ ഇത് പ്രസൻറ്റേഷൻ റാപ്സിലും ഉണ്ടാക്കാറുണ്ട്. ആലൻ്റെ കസിൻ ഇവിടെ ഉണ്ടല്ലോ, മേലിൻ, സ്വീറ്റിന്ന് വിളിക്കും ഞങ്ങൾ. രാത്രി ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സോപ്പ് പൊടിയൊക്കെ തരണേ, കുറച്ച് ക്ലോത്ത്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അവളുടേത് കഴിഞ്ഞിരുന്നു, എല്ലാം ഇനി അലക്കണം. ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ എടുത്ത് അലക്കി ഇട്ടോളാം. നമ്മുടെ ഇവിടുത്തെ വെയിലിന് ആ ക്ലോത്ത് സ്റ്റാൻഡ് ഒന്നെടുത്ത് ടെറസിലോട്ട് വെക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ ഈവൻ ജീൻസ് പോലും നല്ലപോലെ ഉണങ്ങി കിട്ടും. അവളെ കൊണ്ട് കഴിയിക്കുന്നത് ശരിയല്ലല്ലോ. അതിഥി ദേവോ ഭവ, അതാണല്ലോ അതിൻ്റെ ശരി. അപ്പോൾ രാവിലെ ആ പരിപാടി അങ്ങ് തീർത്തു. ഇന്ന് വൈകുന്നേരത്ത് വർക്കലയിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ബീച്ചിൻ്റെ വായ്ക്കകത്ത് കിടന്നിട്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെയും അവിടുത്തെയും വർക്കല ക്ലിഫിൽ നമ്മൾ സൺസെറ്റ് കാണുന്നതിൻ്റെ ഐ ലെവലിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആ വളരെ ബ്യൂട്ടിഫുൾ ഫ്രെയിംസൊക്കെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുൻപ് നമ്മൾ ചെറുപ്രായത്തിൽ, ഞാനങ്ങനെയായിരുന്നു, നിങ്ങളെങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, പടം വരയ്ക്കുമ്പോൾ 2 ട്രയാങ്കിൾ വരച്ചിട്ട്, അതായത് അത് മല, അതിന് ബാക്കിൽ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്ന പിക്ചർ നമ്മൾ പലരും വരച്ച് കാണും. അത് വളരെ മനോഹരമാണെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം, അങ്ങനെ വരയ്ക്കുന്നത്. ബട്ട് കന്യാകുമാരിയിലെ സൺറൈസ് കാണണം. അത് എന്തുവാ പറയുന്നത്, നമ്മുടെ ആ ഒരു അത്രയും മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മളത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ അത്രയും മൊമെൻറ്റ്, ഇറ്റ് ഈസ് വെരി, നമ്മളിങ്ങനെ എന്താ ഒരു കാന്തം പോലെ അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ലൈക്ക് വി വിൽ ബി വെരി താങ്ക്ഫുൾ. അയ്യോ, ഈ ഭൂമിയിൽ ജനിക്കാൻ പറ്റിയത് തന്നെ സുഹൃതം എന്നൊക്കെ തോന്നിപ്പോകുന്ന മൊമെൻറ്റ്സാണത്. സി കുക്കു 3 വട്ടം തുമ്മി. സത്യം. രാവിലെ സാബുച്ചേട്ടനെ വിളിച്ചിരുന്നു. ഞാൻ ആ കോളും അറ്റൻഡ് ചെയ്തിട്ടാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കിയതും കുടിച്ചതും. സാബുച്ചേട്ടനെ വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, ജസ്റ്റ് 2 ദിവസം മുന്നേ സംബഡി പോസ്റ്റഡ് സംതിങ് ഇൻ FB. ഒരു FB പോസ്റ്റ് ഉണ്ടായിരുന്നു, തലയും വാലും ഒന്നുമില്ലാത്തൊരു പോസ്റ്റ്. അതിൽ സ്കൂളിനെ കുറിച്ചൊരു മെൻഷൻ ഉണ്ടായിരുന്നു, എന്നെക്കുറിച്ചും. പിന്നെ പോസ്റ്റ് ചെയ്യുന്ന ആളുടെ മിക്ക പോസ്റ്റുകളിലും തലയും വാലും ഉടലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമാക്കേണ്ടതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വായിച്ചാലും എന്താണെന്നൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് കുറേ മിക്സ് ഓഫ് വേർഡ്സ് എന്തോ. അപ്പോൾ അതിൽ ചേട്ടൻ്റെ പേരുമുണ്ട്. അങ്ങനെ വി വേ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ തുടങ്ങുവാണ്. വലിയ പണികളൊന്നും രാവിലെ ഇല്ല, ഒരുവിധമെല്ലാം ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ തീർത്ത് വെച്ചിരുന്നു. ഇതിലൊരു കമൻറ്റ് വന്ന പോലെ, നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം ഇന്നലെ മുതൽ ഇന്ന് വരെ അങ്ങനെയായിരുന്നല്ലോ. വൈകുന്നേരം പിറ്റേന്നത്തേക്കുള്ള പണികളൊക്കെ ചെയ്യുക, രാവിലെ എണീറ്റ് റിലാക്സ്ഡ് ആയിട്ട് സ്കൂളിൽ പോവുക. അതായിരുന്നു മെജോറിറ്റി വീഡിയോയുടെ തീംസും. ആ ടൈമിൽ എന്നോട് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് പുറത്തു പോകുന്ന വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, ലൈക്ക് വെക്കേഷൻസ് അല്ലാതെ ഐ വോണ്ട് ഡു ഇറ്റ്. അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ ആരെങ്കിലും വേണം. ഇഫ് ഗിവൺ ആൻ ഓപ്ഷൻ ഞാനും അലനും മാത്രമാണെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാം, അത്രയൊക്കെ നടക്കത്തുള്ളൂ. ഫുഡ് അടിക്കുക, വന്ന് കിടന്ന് ഉറങ്ങുക. വി ബോത്ത് ലവ് ദ കംഫർട്ട് ഓഫ് ദിസ് ഹോം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല അടിപൊളി മടിയുള്ള 2 പേരാണ് ഞങ്ങൾ. കുക്കുൻ്റെ ലഞ്ച് ഇന്ന് ചോറും കുറച്ച് ചെമ്മീൻ റോസ്റ്റും പപ്പടവും, പിന്നെന്താ ഞാൻ വെച്ചേ, 2 കാടമുട്ട, അതായിരുന്നു. മോര് കാച്ചിയതുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി അവൻ്റെ ചെറിയ ഡബ്ബയിലും വെച്ചു. ഇതെല്ലാം ഞാൻ ഓരോ ചെറിയ
നമ്മുടെ മയണൈസൊക്കെ വരുന്ന ടപ്പർവെയറിൻ്റെ അകത്ത് വെച്ച് അവനിൽ ചൂടാക്കി എടുത്തതാണ് ആ 2 സാധനങ്ങൾ മാത്രം. ബാക്കിയൊക്കെ ഉച്ചയ്ക്ക് ഞാൻ വന്നിട്ട് ചൂടാക്കുന്നുള്ളൂ. സ്നാക്സ് ഒന്നും അവൻ കഴിക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ ബിസ്ക്കറ്റ്സൊക്കെ മേടിക്കാൻ മറന്നു പോയതുകൊണ്ട് ഇവിടെ ആരോ റൂട്ട് മാത്രം കണ്ട് ഇരിപ്പുള്ളൂ. അതവന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവനെന്നെ ചീത്ത വിളിക്കും. ഇതാണെങ്കിൽ പിന്നെയും കഴിക്കും. മിക്സ്ചർ ഒരു 2-3 സ്പൂണൊക്കെ കഴിക്കും. എന്നാലും അത് മുഴുവൻ കഴിക്കത്തൊന്നുമില്ല. ബാക്കി ഇങ്ങ് വന്നോളും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ്. നമ്മുടെ റെഡി ടു കുക്ക് ചപ്പാത്തി ഇരിക്കുന്നത് കൊണ്ട് അതങ്ങ് തീർക്കാമെന്ന് കരുതി. കുറച്ച് ദിവസമായിട്ട് നൈറ്റ് ഡിന്നർ പുറത്തുനിന്നാണ്. ചപ്പാത്തി ഇരുന്നിരുന്ന് ഉണങ്ങി തുടങ്ങി. അപ്പോൾ ഇന്ന് ചെയ്ത് തീർത്തില്ലെങ്കിൽ അതിന് പിന്നെ എടുക്കാൻ പറ്റാണ്ടാവും. ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ പാക്കറ്റ് പൊട്ടിച്ച് എങ്ങനെയൊക്കെ അടച്ചു വെച്ചിരുന്നാലും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നു. ഞാനതൊരു ചോക്ലേറ്റ് ബോക്സിലാണ് അടച്ചു വെച്ചേക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുന്നവരൊക്കെ ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് അത് തിരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ലിഡ് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസാവും. അങ്ങനെ വന്നാൽ മാത്രമേ അത് ഡ്രൈ ആവത്തുള്ളൂ. ആൻഡ് അത് ഒബ്വിയസ്ലി എപ്പോഴും സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ആ ചപ്പാത്തിയാണ്. പിന്നെ കറി കുറച്ച് ചിക്കൻ കറി ഇന്നലെ വെച്ചതിരിപ്പുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഷോർട്സോ വീഡിയോസോ ഒന്നും ഫുഡിനെ പറ്റി എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം എനിക്കതുകൊണ്ട് മുമ്പാണെങ്കിൽ എനിക്ക് എന്താ പറയുന്നത്, ഡയറക്റ്റായിട്ടങ്ങ് പറയാം. ഇന്നലെ നമ്മുടെ ചിക്കൻ കറി വെച്ചില്ലേ, അതിൻ്റെ ബാക്കിയാണ്. ഇന്നലെ ഇവിടെ ചിക്കൻ കറി ആയിരുന്നു, അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കറിയൊന്നും വെച്ചില്ല. രാവിലെ ചപ്പാത്തി ചിക്കൻ കറിയും. സ്വീറ്റിക്ക് പ്രോൺസ് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കൊല്ലത്ത് നൈറ്റ് ഔട്ട് കഴിക്കാൻ പോയപ്പോൾ പ്രോൺസാണ് അവൾ ചൂസ് ചെയ്തത്. പക്ഷേ ഉണ്ടല്ലോ, അവർ തന്നത് തോടോട് കൂടിയിട്ടുള്ള സാധനമായിരുന്നു. തോടോട് കൂടി വറുത്തത്. ചെമ്മീൻ വൃത്തിയാക്കി കഴിയുമ്പോൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. ഇപ്പോൾ അത് കഴിക്കുമ്പോൾ വായിക്കകത്ത് ചെമ്മീൻ കിട്ടുന്നത് തന്നെ ആ തോടെല്ലാം കൂടെ ചവച്ച് കഴിഞ്ഞിട്ടായിരുന്നു. അതുമാത്രം അവിടുന്ന് എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അലൻ ഇന്നലെ, അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ട്യൂസ്ഡേ ഇവിടെ കുറച്ച് കൊഞ്ചും ഒരു ചൂരയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരുന്നു. ഞാൻ വൈകുന്നേരം തന്നെ സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം കിടന്നിട്ട് ചെമ്മീൻ വൃത്തിയാക്കി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വിനാഗിരിയും ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് യു ആർ സീയിങ് നൗ ഇസ് ട്യൂസ്ഡേ ഈവനിങ്. എൻ്റെ പ്രിപ്പറേഷൻസ് റെസിപ്പി കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതും കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു ഈ വീഡിയോയുടെ ഇടയിൽ ചേർക്കാനായിട്ട്. അപ്പോൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ അത് ചെമ്മീൻ റോസ്റ്റ് ആണെങ്കിൽ അതിൻ്റെ സൈഡായിട്ട് എനിക്ക് വെള്ളരിയിട്ട് മോര് കാച്ചിയത് വേണം. വെള്ളരി ഇല്ലായിരുന്നത് കൊണ്ട് കുക്കുംബർ ഒരു 1/2 പീസ് ഉണ്ടായിരുന്നതെടുത്ത് അത് നല്ലപോലെ അരിഞ്ഞ് ഒരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഉടന്തൽ മുളക് ആസ് യൂഷ്വൽ അതും ഇട്ട് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഞാൻ ഗ്യാസിലേക്ക് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഈ ചെമ്മീൻ നമ്മൾ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കുറഞ്ഞത് ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഇരുന്നാലേ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റാണ് എനിക്ക് എപ്പോഴും ഉണ്ടാക്കാൻ ഇഷ്ടം. പക്ഷേ ചെറിയുള്ളി തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ സവാളയാണ് ഇത്തവണ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മോരിന് അരച്ചെടുക്കാം. തേങ്ങയും തൈരും 2-3 ചെറിയുള്ളിയും ഇത്തിരി ഇഞ്ചിയും ഒരു ഉടന്തലും മുളക്, വീണ്ടും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. നല്ല നേർപ്പിച്ചങ്ങോട്ട് അരച്ചിട്ട് അത് നമ്മുടെ വെന്ത വെള്ളരി തക്കാളി കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇത്തിരി വെള്ളം ഞാൻ ഓൾറെഡി ഒഴിച്ചത് കൊണ്ട് ഇപ്പോൾ ജാറ് കഴുകി ഒരു ലേശം വെള്ളം മാത്രമേ അതിനകത്തേക്ക് ഒഴിക്കുന്നുള്ളൂ. ഇനി അത് തിളയ്ക്കരുത്. തിള വരുന്നതിന് മുമ്പ് നമുക്ക് താളിക്കാം. കടുകും ഇത്തിരി ഉലുവയും വീണ്ടും കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും 2 വറ്റൽ മുളകും ഇത്തിരി കറിവേപ്പിലയും ആസ് യൂഷ്വൽ നിറത്തിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് താളിച്ച് ഇത് മോരിന് മീതേക്ക് ഇടാം. മോരല്ല, വെള്ളരിക്കയും തക്കാളിയിട്ട് ഒഴിച്ചു കറി. സെറമോളുടെ ഹോളി കമ്മ്യൂണിയൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത ദിവസം തന്നെ 1K ക്രോസ് ചെയ്തു കേട്ടോ. ദാറ്റ് വാസ് ആക്ച്വലി വെരി കംഫർട്ടിങ്. ഒരുപാട് ഈ കര കാണാതെ കിടന്നിട്ട് ദ ചാനൽ ഒരു ഇങ്ങനെ ആമ എഴയണ പോലെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പോലും. അതിന് പെട്ടെന്ന് ഞാൻ രാത്രി ഉറങ്ങണതിന് മുമ്പ് തന്നെ 1K വ്യൂസ് ആയി. ബിസൈഡ്സ് എൻ്റെ പാൽക്കഞ്ഞിയുടെ ഷോർട്സും ഞാനിപ്പോൾ ഈ ഓഡിയോ ആഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്രോസ്ഡ് ലൈക്ക് 9.1K. അതിനൊരു 20 സബ്സ്ക്രൈബേഴ്സും കൂടെ ആഡ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഇപ്പോൾ വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഒരുപാട് താങ്ക്സ്. ഐ ഡോണ്ട് നോ വെദർ ദേ ആർ വാച്ചിങ് ദിസ് ലോങ് വീഡിയോ. ചിലർ ഷോർട്സ് കണ്ട് വരുന്നവർ മിക്കവാറും ഷോർട്സ് കണ്ട് പോകാറ് തന്നെയാണ് പതിവ്. ബാക്ക് ടു ദ റെസിപ്പി. ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. ഒരു 3 മിനിറ്റ്സ് 2 സൈഡും ഒന്ന് മുരിച്ചതിന് ശേഷം അതങ്ങോട്ട് മാറ്റിയിട്ട് അതിലെ എണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തെടുത്തേക്കുന്നത്. അതാണ് ഒരു കളർ ചേഞ്ച്. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ എണ്ണയിൽ നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാം. മുരിച്ച് തന്നെ എടുക്കണം കേട്ടോ, പച്ചമണം നിൽക്കരുത്. സവാള ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മീഡിയം എന്നും പറയാൻ പറ്റില്ല, ചെറിയ സൈസായിരുന്നു. ഞാനൊരു 3 സവാള അരിഞ്ഞ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്.
കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും. ലൈറ്റ് ബ്രൗൺ ആയാൽ മതി, മൊരിക്കണം എന്നില്ല. ആൻഡ് ബൈ ഇത് ഷാൻജിയോ ചേട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പുള്ളീൻ്റെ ചാനലിൽ ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റാണ് ഞാൻ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഉണ്ടാക്കണം. നമ്മൾക്ക് എളുപ്പപ്പണിക്ക് ഇങ്ങനെ ക്രഷ് ചെയ്യാം. ഒരു വലിയ പഴുത്ത തക്കാളിയും കൂടെ അങ്ങനെ തന്നെ ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി ഇനി ആഡ് ചെയ്യുന്നില്ല, കുറച്ച് കാശ്മീരി ചില്ലി മാത്രമാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. പൊടിയൊന്ന് നന്നായിട്ട് മൂക്കുമ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. എനിക്കിത്തിരി ഗ്രേവി തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. അങ്ങനെ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് ആ മസാല നല്ല രീതിയിലൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ജാറ് കഴുകിയ ഒരിത്തിരി വെള്ളം, പിന്നെ പൊരിച്ച പാൻ കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ചെയ്യുമ്പോഴേ ഈ ഗ്രേവി അത്യാവശ്യം തിക്കായിട്ട് കിട്ടും. നമുക്ക് വേണ്ടത്ര വെള്ളം ഒഴിക്കാം. ഫിനിഷിംഗ് ടച്ചായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പറും കുറച്ച് ഗരം മസാലയും കൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇതങ്ങനെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ള കറികളൊക്കെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചത്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ സ്കൂളിലേക്ക് പോകാനായിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സൺസ്ക്രീൻ സൺസ്ക്രീൻ, കുറച്ച് ഐബ്രോ ഫില്ലിങ്, പിന്നെ അത് കഴിഞ്ഞ് മുടി വീണ്ടും കെട്ടുക. അങ്ങനെ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ സ്മൂത്തൻ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചെയ്യേണ്ട ആവശ്യം ഇല്ല. നല്ലപോലെ പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് ഒതുക്കുമ്പോൾ നല്ലപോലെ വന്നോളൂ. രണ്ടുപേരും ഉറക്കമൊക്കെ എണീറ്റത് ഇപ്പോഴാണ് താഴത്തേക്ക് വരുന്നത്. വാഷിംഗ് മെഷീനിൽ തുണിയിട്ട കാര്യം ഞാൻ സത്യത്തിൽ മറന്നേ പോയി. സ്കൂളിലേക്ക് ഇറങ്ങാനായിട്ട് 9:05 ആയപ്പോൾ കറക്റ്റ് ടൈമിന് ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് മെഷീൻ്റെ പാട്ട് കേൾക്കുന്നു. എന്നെ അങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഓടി വന്ന് മെഷീനിൽ തുണി എടുത്തിട്ടു. ആൻഡ് യു ആർ റൈറ്റ് നൗ വാച്ചിങ് ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ ഐ ഗോട്ട് ലേറ്റ് ഓൺ വെനസ്ഡേ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന സ്പീഡില്ലെങ്കിലും പെട്ടെന്ന് തന്നെ തുണിയൊക്കെ കൂടെ വാരിപ്പറക്കിയിട്ട് തുണി ഞാൻ ഇട്ടോളാമെന്നും പറഞ്ഞ് ഒരാൾ എൻ്റെ ഈ സ്പീഡിലെ വിഷ്വലിൻ്റെ ഇടയിൽ അകത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ സാധനവും കൂടെ മേലെ കയറി വന്നു. പിന്നെ അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് വീണ്ടും പോയി എൻ്റെ ഒരു 2-3 മിനിറ്റ്. അങ്ങനെ എന്തായാലും ഓടിപ്പിടച്ച് ഞങ്ങളിതേ 9:10 കഴിഞ്ഞപ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തി. വെനസ്ഡേയ്സ് എനിക്ക് ലാസ്റ്റ് ഒരു 1 hour മാത്രമേ ക്ലാസ് അസൈൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ റിപ്പോർട്ട് കാർഡിൻ്റെ വർക്കും അക്കാഡമിക് റിപ്പോർട്ടിൻ്റെ വർക്കും ഒക്കെ ഞാൻ ഏകദേശം ഫിനിഷ് ചെയ്തു. നൗ വാട്ട് ഐ എം വർക്കിംഗ് ഓൺ ഇസ് വിന്നേഴ്സ് ലിസ്റ്റ്. സാറ്റർഡേ നമ്മുടെ പേരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു ടേമിൽ തന്നെ ഒരുപാട് ഇവൻറ്റ്സ് സ്കൂളിൽ നടത്തും, ഒരുപാട് കോമ്പറ്റീഷൻസും ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ വിന്നേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അതിനിടയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ലഞ്ചിന് ഒരു 12:30 ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോൾ മെഡിസിറ്റിയിലെ നേഴ്സസ് ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നലെയും വന്നിരുന്നു. അപ്പോൾ നിലു അവരുടെ ഇടയിൽ കിടന്ന് മെഴുകിയിട്ട് അമ്മയായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് കറണ്ടില്ല. ഇതൊക്കെ അവനിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്ന ബൗൾസിലാക്കിയിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചത്. പക്ഷേ കറണ്ട് ഇല്ലെങ്കിൽ അവൻ്റെ ഇതെടുക്കത്തില്ല, ആ പ്ലഗ് പോയിൻ്റ് അതെടുക്കത്തില്ല, അത്രയും പവർ തരത്തില്ല ഇൻവെർട്ടർ. മോര് അതുകൊണ്ട് ഞാൻ നേരെ ഗ്യാസിലേക്ക് ചൂടാക്കാൻ വെച്ചു. ഈ പാത്രം ഗ്യാസിൽ വയ്ക്കാൻ പറ്റും. ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ് ആ സെറാമിക് ബൗളിൽ നിന്ന് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് മാറ്റി അത് ഞാൻ ഗ്യാസിലേക്ക് ചൂടാക്കാൻ വെച്ചു. എല്ലാം ചൂടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എടുക്കാൻ എളുപ്പത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ആരും ഇപ്പോൾ കഴിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കൂ. ചോറിട്ട് തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ശ്രദ്ധിച്ചത്. എൻ്റെ അമ്മേ, പപ്പടം ഇല്ല എന്നുള്ളത്. എൻ്റെ കെട്ടിയോൻ അങ്ങനെ കണ്ണ് കാണാറില്ല. ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും നോക്കത്തില്ല. പപ്പടം വറുത്തതെന്തെങ്കിലും ലഞ്ചിൻ്റെ കൂടെ ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ പപ്പടം ഇങ്ങോട്ട് വെച്ചില്ലെങ്കിൽ അത് കാണത്തില്ല, അന്ധനായ ആ ജുവാവ് കാണത്തില്ല. അതുകൊണ്ട് ഞാനതെടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. എന്നിട്ട് കഴിക്കാനായിട്ട് പോയിരുന്നു. നിലുവും ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ പപ്പടം നിലു കൊണ്ടുപോയി. പിന്നെ സ്വീറ്റി എനിക്കൊരു പപ്പടം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഇത് പോയി ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അലൻ്റെ പപ്പയുടെ സിസ്റ്ററിൻ്റെ മോളാണ്. ഷീ ഈസ് ആക്ച്വലി എ സയൻറ്റിസ്റ്റ്. അവൾ മെഡിക്കൽ അനലിസ്റ്റ് ആയിട്ടാണ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് സംവെയർ ഇൻ ഡബ്ലിൻ. ഈ ടൈമിൽ ഐ വാസ് ആസ്കിങ് ഹർ, നീ വാട്ട് എക്സാക്ട്ലി ആർ യു ഡൂയിങ് എന്ന്, എന്താണ് കറക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ വാട്ട് ഷീ സെഡ് വാസ് അവിടെ മരുന്നൊക്കെ ഇല്ലേ, ഡ്രഗ്സ് ആൻഡ് മെഡിക്കേഷൻസ്, അതൊക്കെ ടെസ്റ്റ് ചെയ്യലാണ് പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴത്തെ ജോലി. അതിങ്ങനെ അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു, ഈ എലീൻ്റെ മേലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണോ? അതല്ല, വിത്ത് എക്യുപ്മെൻറ്റ്സ് അതൊക്കെ ഉള്ള ആ ടെസ്റ്റാണ്. ബാക്ക് ടു സ്കൂൾ ലാസ്റ്റ് അവറാണ് എനിക്ക് അസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഞാൻ അവരെ കൊണ്ട് പറയിക്കുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങാനുള്ള 3 റൂൾസാണ് കേട്ടോ. നമ്പർ 1, talk in English. Number 2, do not touch any vehicles. And number 3, rule number 1, 3 തവണ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ that person will go back to class. And ഇങ്ങനെ ആവുമ്പോൾ they will speak in English. And ഇങ്ങനെയാണ് ഞാൻ അവരെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അവർ സംസാരിക്കും, they will ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട്.
ഇത് ലാസ്റ്റ് ഇയറിലെ സ്റ്റാർസ് ഓഫ് സിറ്റാഡലാണ് കേട്ടോ. ബെസ്റ്റ് പെർഫോമർ ഇൻ ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് നദാൻ ജൂഡ്നെറ്റോ. കണ്ടു കാണുമല്ലോ, അവൻ പിയാനോ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബട്ട് റൈറ്റ് നൗ പിയാനോ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത് വിട്ടു. അത് കംപ്ലീറ്റ്ലി അവൻ വിട്ടു. ഇപ്പോൾ ഫുട്ബോൾ മാത്രമേ ഉള്ളൂ മൈൻഡിൽ. നമ്മുടെ വൈൻഡപ്പ് ടൈമായി. ഐ എം ജസ്റ്റ് മേക്കിംഗ് ഷുവർ ദാറ്റ് അവർ ആ ലൈൻ ഫോളോ ചെയ്ത് തന്നെയാണ് മേലെ പോകുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പാരൻസ് എത്തിയിട്ടുണ്ട്. 2:30 കഴിഞ്ഞാൽ LKG UKGനെയൊക്കെ കൊണ്ടുപോയി തുടങ്ങാം. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ആസ് യൂഷ്വൽ കുറച്ച് നേരത്തെ എൻ്റെ കിടപ്പ്. ഒന്ന് വ്യൂസൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ദേ ചായ ഉണ്ടാക്കാൻ പോവാണ്, കട്ടൻ ചായ ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് നമുക്ക് വർക്കലയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ രാവിലെ തന്നെ. ബാക്കി 2 പേരും ഉറക്കമാണ്. 4:30 എങ്കിലും അല്ല 5 മണിക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ സൺസെറ്റിൻ്റെ ടൈം നോക്കിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് 6:19. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരമുണ്ട് വർക്കല എത്താനായിട്ട്. അപ്പോൾ 5 o'clock ഇവിടുന്ന് ഇറങ്ങിയാലേ ക്ലിഫിൽ നമുക്ക് നിൽക്കാനുള്ള സ്ഥലവും കിട്ടത്തുള്ളൂ, സൺസെറ്റ് കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ കട്ടൻ ചായ ഇട്ടിട്ട് വേണം 2 പേരെയും വിളിച്ചുണർത്താനായിട്ട്. ഒരു 4:30 കഴിയുമ്പോൾ 2നെയും ഉണർത്താം എന്നുള്ള പ്ലാനിൽ 4:10 ആയപ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ടാണ് ഞാൻ കട്ടൻ ഇട്ടത്. കുക്കുവിനുള്ള പാല് അമ്മ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിലുവിന് പാല് ബോട്ടിലുണ്ട്. അവൻ എണീറ്റാൽ ഉടനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കരയും. അതവിടെ അവൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. കുക്കു പാല് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ ഇന്ന് നേരത്തെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഒരു 2:30 ആയപ്പോഴത്തേക്ക് അമ്മ പിരിവിന് പോയിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ നിലുവിനെ കൊണ്ടുപോകുന്നില്ല. അവനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഒന്നാമത് നല്ല വാശിയും നിർബന്ധമൊക്കെ ഉണ്ട്. പ്ലസ് ഈ ക്ലിഫിൻ്റെ നമ്മൾ താഴത്തേക്ക് ബീച്ചിലേക്ക് ഇറങ്ങുന്നതും തിരിച്ച് കയറുന്നതും അതിന് സ്റ്റെയർസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര സ്റ്റീപ്പാണത്. പ്ലസ് അവന് ഈ കുരിശുമൂടിൽ കിടന്ന് ഓടുന്നതായിരിക്കും അവന് കുറച്ചുകൂടെ ഇഷ്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ആലൻസ് ജോബ് ഫിസിക്കലി ആലനെ ഒരുപാട് എക്സോസ്റ്റഡ് ആക്കുന്ന ഒന്നാണ്. അത് കഴിഞ്ഞിട്ട് ഈ എൻറ്റയർ സമയം നിലുവിനെയും കൂടെ ക്യാരി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. എനിക്ക് തന്നെ പറ്റുന്നില്ല. അങ്ങനെ അവിടുത്തെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, അത് പാടാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ. അങ്ങനെ ദേ സൺസെറ്റ് ഏതാണ്ട് 5 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 5:10 എങ്ങാണ്ടായി. അതിന് സൂര്യേട്ടനെ നോക്കിയിട്ട് അവിടെ തന്നെ നിൽക്കണേ, പതുക്കെ അസ്തമിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഇത് നമ്മുടെ സിസിജിയിലേക്ക് ഉള്ള വഴിയാണ്, പരവൂർ. ഇതാണ് നമ്മുടെ സിസിജി. ആലൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതൊരു 6 o'clock ക്ലോസ് ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ വൈകിട്ട് ബുക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഇസ് ക്ലോസ്ഡ്. സിസിജിയിൽ നിന്ന് കുറച്ചുകൂടെ മുൻപോട്ട് പോയാലാണ് നമ്മുടെ പരവൂർ പുഴിക്കര, കടലും കായലും കൂടെ ഒന്നിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അങ്ങനെ ഒരു സ്പോട്ടുള്ളത് ഇവിടെയാണ്, കാപ്പിൽ. കടലും കായലും കൂടെ ചേരുന്നതാണ് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് വെരി 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 അത് തന്നെ അത്ര വൈബുള്ളൊരു റൂട്ടാണ്. ഒരു സൈഡിൽ കായലും ഇപ്പുറത്തെ സൈഡിൽ കടലും, അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾ വർക്കല എത്തി. ഒരു 6 o'clock ആയപ്പോഴത്തേക്ക് എത്തി. ഇനി ഒരു 15-20 minutes ഉണ്ട് സൺസെറ്റ് ചെയ്യാനായിട്ട്. പഴയ കഥകളിൽ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, രാജാവിൻ്റെ ജീവൻ ഒരു തത്തയുടെ കയ്യിലായിരുന്നു, തത്തയെ കൊന്നപ്പോൾ രാജാവ് മരിച്ചു എന്നൊക്കെ. അതുപോലെ കുക്കു സാറിൻ്റെ ജീവനും ജീവിതവും ഒക്കെ ദേ ഇപ്പോൾ ഈ ഫുട്ബോളിലാണ്. വീട്ടിൽ വെച്ചേ ചോദിച്ച് പെർമിഷൻ എടുത്തിട്ട് അതും പമ്പും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ക്ലിഫിൻ്റെ എൻഡിലായിട്ട് തന്നെ നല്ലൊരു വ്യൂ വരുന്ന രീതിയിൽ വി ഗോട്ട് എ സ്പേസ്. ആൻഡ് ഈ ഒരു ഫ്രെയിമിന് എൻ്റെ മറ്റേ ഫോണിൽ മെസ്സേജ് വന്നതാണ്. ഐ എം എക്സ്ട്രീംലി താങ്ക്ഫുൾ ടു സ്വീറ്റി ഫോർ ദിസ് വണ്ടർഫുൾ ഫ്രെയിം. ഇതിങ്ങനെ എനിക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ട്. അതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ മെയിൻ പർപ്പസ്. ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഫ്രെയിം. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്രെയിം എന്ന് പറയാനേ പറ്റൂ. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫ്രെയിമും ഒരു രക്ഷയില്ലാത്ത ഫ്രെയിമുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ നിന്ന് കാണുന്നതെന്ന് ഐ ലെവലിനുള്ള വ്യത്യാസം. കടൽ കുറച്ച് താഴത്ത് പോലെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് സൺസെറ്റിൻ്റെ ഒരു ക്ലോസ് വ്യൂ കാണാം. ഇത് വൈഡ് ആംഗിളിൽ എടുത്തതാണ്. പക്ഷേ സൺസെറ്റ് നമ്മളെ ചതിച്ചു. നമ്മൾ അവിടെ കടപ്പുറത്ത് പോയി ഇരിക്കുമ്പോൾ നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് കാണുന്ന സൺസെറ്റ് ഇവിടെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഹൊറൈസൺ കാണുന്നില്ലല്ലോ, ഇറ്റ് ഈസ് വെരി ക്ലൗഡി. എന്ത് ധൈര്യത്തിലാണോ ഇതിൻ്റെ അകത്തൊക്കെ തൂങ്ങിക്കിടക്കുന്നത്. ഇതിൽ ഒരു ഫിഷിംഗ് ബോട്ടുണ്ട് വേണ്ട ഇവിടെ ഈ കോർണറിലായിട്ട്. ബാക്കിയെല്ലാം സ്വിമ്മിങ്ങിനുള്ളതോ ആൾക്കാരെ ഇറക്കാനോ അങ്ങനെയൊക്കെ എന്തോ സംതിങ് റിലേറ്റഡ് ടു ടൂറിസമാണ്. ആ ചേട്ടൻ അവിടെ ഇങ്ങനെ വലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ചതിച്ചാശാനെ ചതിച്ചു, സൂര്യൻ ചതിച്ചു. അവിടെ നല്ല ക്ലിയർ ആയിട്ട് 2-3 ദിവസം അസ്തമിച്ചുകൊണ്ടിരുന്ന ആൾ ഇവിടെ വന്നിട്ട് നേരെ ക്ലൗഡിൻ്റെ ഇടയിൽ പോയി. അങ്ങനെ അത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ സൺസെറ്റ്.
സൺസെറ്റ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി താഴെ ബീച്ചിലേക്ക് പോവാം. ഈ കാണുന്ന ഷോപ്സിൻ്റെയൊക്കെ നേരെ താഴെ ഒരു കേക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് ഈ ഒരു സ്റ്റീപ്പും അത് കഴിഞ്ഞിട്ട് കാണുന്ന ബീച്ചും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നിലൂനെയും കൊണ്ട് ഇറങ്ങുന്നതും ഇത്രയും തിരിച്ച് കയറുന്നതും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. എന്നാൽ പിന്നെ നമുക്ക് ഇത്തിരി നടന്നിട്ട് വരാം, കുറച്ചങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ചു വരാം. സണ്ണങ്ങോട്ട് സെറ്റ് ചെയ്യേണ്ട താമസം ദേ ഇവിടെ ആളെത്തിയിട്ടുണ്ട്. കുക്കു സാറിനാണെങ്കിൽ ഭയങ്കര ഡൗട്ട്, ഇവിടുത്തെ ബീച്ച് എന്താ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നതെന്ന്. ഇവിടുത്തെ ഇറ്റ് ഈസ് ഷാലോ, നമ്മുടെ അവിടുത്തെ പോലെ അത്രയും ആഴമില്ല, കുറച്ചങ്ങ് അപ്പുറത്ത് വരെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ. നമ്മുടെ അവിടെ അങ്ങനെയല്ല, മീൻ പിടിക്കാനൊക്കെ പോണ കടലായതുകൊണ്ട് തന്നെ നല്ല ആഴമുണ്ട്. ഇറങ്ങി കുറച്ചങ്ങോട്ട് ചെന്നാൽ തന്നെ ചിലപ്പോൾ മുങ്ങിയെന്നിരിക്കും. അങ്ങനെ ഒരുമിച്ച് തിരിഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇപ്പോൾ മനസ്സിലാവും, ഇതായിരുന്നു റീസൺ. ഈ ചേട്ടൻ മണി മുഴക്കുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത്. അങ്ങനെ അത് 3 പാക്കറ്റ് മേടിച്ച് ഞാനും കുക്കും സ്വീറ്റിയും കഴിച്ചു. അങ്ങനെ പിന്നെ നേരെ ഇരുട്ടുന്നത് വരെ അവിടെ സൊറയും പറഞ്ഞിരുന്നിട്ട് നമ്മളിങ്ങ് നടന്നിങ്ങ് എൻഡ് വരെ എത്തിയിരുന്നു. ഇത് ഏറ്റവും എൻഡിലുള്ളൊരു റെസ്റ്റോറൻ്റാണ്, പക്ഷേ താഴത്തുള്ളതായതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ച് കഴുത്തറപ്പൻ റേറ്റ് ആയിരിക്കും. തിരിച്ച് മേലെ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പം എവിടെ നിന്ന് കഴിക്കണം എന്നുള്ള ആലോചനയാണ് ആങ്ങളെയും പെങ്ങളും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഫിഷിൽ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്താൽ അവരതെടുത്ത് നമുക്ക് കുക്ക് ചെയ്ത് തരും കേട്ടോ, നമ്മൾ പറയുന്ന പോലെ. അങ്ങനെ നടന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല. ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്ര ബീച്ച് വെയേഴ്സാണ് കൂടുതലും. പിന്നെ കുറച്ച് ഈ പറയുന്ന മറ്റേ ഭരണി, ഉരുളി, അങ്ങനെ സീഷെല്ല് വെച്ചിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല സ്പോട്ടാണ്. ഞങ്ങളങ്ങനെ കണ്ടുപിടിച്ച ഹോട്ടലിൻ്റെ നെയിം എന്തോ ബട്ടർ ലെമൺ ഗാർലിക്, യെസ് അതായിരുന്നു ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു 3rd ഫ്ലോർ എന്ന് പറയാമോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും 3ാമത്തെ തട്ടിലാണ് ഞങ്ങൾ വന്ന് കഴിക്കാനിരുന്നത്. താഴെ അത്യാവശ്യം ആൾക്കാർ ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ക്യാമറയൊക്കെ വെക്കാനും പിന്നെ നോക്കിയപ്പോൾ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട് ആ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ മേലെ വരണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മേലെ വന്നിട്ട് നാനും പ്രോൺ ഫ്രൈഡ് റൈസും ഫിഷ് മഞ്ചൂരിയനും ഓർഡർ ചെയ്തു. കുക്കു സാറിൻ്റെ പിസ്സ ഇതുവരെ എത്തിയിട്ടില്ല. ഡിന്നർ കഴിക്കാൻ എന്നാൽ പിന്നെ. ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തണുപ്പില്ലായിരുന്നു. അങ്ങനെ വി ആസ്ക് ഫോർ എക്സ്ട്രാ ഐസ് ക്യൂബ്സ്. അങ്ങനെ അതും പുള്ളി കൊണ്ട് തന്നു. കുക്കു സാറിൻ്റെ പിസ്സ എത്തി. അവൻ ഒറ്റയ്ക്ക് അത് കംപ്ലീറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഓരോ സ്ലൈസ് എടുത്തു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫിഷ് മഞ്ചൂരിയനിലെ ഫിഷ് മോദയായിരുന്നു, മൊയ് ഫിഷ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇതേ താഴത്തോട്ട് പോവുകയാണ്. ഇത്രയും നേരം മേളിൽ കേട്ടുകൊണ്ടിരുന്നത് ഇവരുടെ പാട്ടാണ്. പാട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം there were lot of other noises. പാട്ട് മാത്രമല്ല കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് പോയി കുറച്ച് അത് റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അപ്പോഴേക്കും അളിയൻ വിളിച്ചു അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട്, പുലിച്ചിറയിലേക്ക്. ദിസ് ഇസ് ഹൗ CCG ലുക്സ് അറ്റ് നൈറ്റ്. CCG അളിയൻ്റെ ഒരു എന്താ പറയുന്നത്, ഡാർലൻ്റെ എല്ലാം പോലെ തന്നെയാണ് അളിയനും CCG. അപ്പോൾ അവിടെയാണ് അലനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അളിയനും തമ്മിൽ ബിസിനസ് പരമായ പല കാര്യങ്ങളും സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ പുലിച്ചിറയിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവർ ഡിന്നർ കഴിക്കേണ്ട സമയമായിരുന്നു. അതിന് ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയതെന്ന്. അങ്ങനെ അവർ ഡിന്നർ കഴിച്ചു. കുക്കു സാറ് ഓൾറെഡി കഴിച്ചതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിസ്സ അടിപൊളിയായിരുന്നു, മിൽക്ക് ഷേക്ക് അടിപൊളിയായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ സിറ്റ് ഔട്ടിലാണ് CCGൻ്റെ ടീം ഡിസ്കഷൻ നടത്തുന്നത്. ഇപ്പുറത്ത് ഞങ്ങളുടെ സിറ്റാടയിലും ഞാനും മമ്മിയും സ്വീറ്റിയുടെ അമ്മ മോളി ആൻറ്റി. ഞാൻ റുപ്പൻസിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത്. നല്ല മുടിയാണ് ആൻറ്റിക്ക്. ഷീ ഈസ് ഓൾസോ എ ടീച്ചർ. അങ്ങനെ ഞങ്ങൾ ടീച്ചിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു 11 o'clock ആയപ്പോൾ പുലിച്ചിറയുന്നതേ വീട്ടിലേക്ക്. ഞങ്ങളെയും കാത്ത് ഇവിടെ ഒരുത്തനും ഉറങ്ങാതിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എവിടെ പോയി എന്നും ചോദിച്ചിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ഓൺ ദിസ് ട്രിപ്പ് ടു വർക്കല. ലവ് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.